നമുക്ക് സുപരിചിതവും ബൈഹാർട്ടുമായ ഒരു വാക്യമാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലിസി സിസ്റ്ററാണ് വായിച്ചത്. ചില വാക്യങ്ങൾ വായിച്ചു തരണമേ. എങ്കിൽ ആദ്യത്തെ വാക്യം ഞാൻ തന്നെ അങ്ങ് വായിക്കാം, സമയം ലാഭിക്കാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവമക്കളാകുന്ന നമ്മൾ സ്വർഗത്തിൽ പൗരത്വമുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ജീവന്റെ പുസ്തകത്തിൽ പേർ യഹോവയായ ദൈവത്താൽ രേഖപ്പെടുത്തി, അതിൻ്റെ ടോക്കണായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി, അതിൻ്റെ സംവിധാനമായ ഭൂമിയിലെ ദൈവത്തിൻ്റെ കോൺസലേറ്റായ ദൈവസഭയിൽ അംഗത്വം നൽകി കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ, ഞാനും നിങ്ങളും എല്ലാം. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവത്തിൽ കൂടി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങൾക്കറിയാം, ജന്തുശാസ്ത്രത്തിൽ ആംബിബിയാൻസ് എന്ന് പറയുന്നൊരു ജീവിയുണ്ട്, നമുക്ക് സുപരിചിതമാണ്. അതിൻ്റെ പ്രത്യേകത കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും. കരയിൽ വരുമ്പോൾ മൂക്കിൽ കൂടി ഓക്സിജൻ എടുക്കും, വെള്ളത്തിൽ സ്കിൻ വഴി ഓക്സിജൻ എടുക്കും. ഇതാണ് അതിൻ്റെ പരിപാടി. ആംബിബിയാൻസ് എന്ന് പറയുന്നത് കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും. ഇതുപോലെ ദൈവമക്കളാകുന്ന നമ്മൾ ഈ ലോകത്തിൽ ആത്മീയ അനുഭവത്തിലും ജീവിക്കണം. അപ്പോൾ തന്നെ ആത്മീയമൊന്നുമില്ലാത്ത ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിച്ചേ തീരൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം തമ്പുരാൻ നമുക്ക് വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. അങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ, സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പല പ്രതികൂലങ്ങൾ വരുമ്പോഴും നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുവാനും ബാധ്യസ്ഥരാണ്. സ്തോത്രം. അല്ല, പ്രതികൂലങ്ങളെ കണ്ട് അടിച്ചു നിൽക്കാനല്ല, ക്രിസ്തു എന്ന തലയോളം വളരുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. 800, നിങ്ങളുടെ ഭാഷയും എൻ്റെ ഭാഷയും തമ്മിൽ വ്യത്യാസം വരും. കോടി എന്നൊക്കെയാണ് ഇന്ത്യയെ പറയുന്നത്. ഇവിടെ നിങ്ങൾ പറയുന്നത് മില്യനെന്നോ ബില്യനെന്നോ ഒക്കെ പറയുമായിരിക്കും. ഏതാണ്ട് 800 കോടി ജനമാണ് ഈ ലോകത്തിലുള്ള, 8 ബില്യൺ. ഈ 800 കോടി ജനത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ ഒറ്റ ബോഡി സ്ട്രക്ചറാണ് എല്ലാം. 78 അവയവങ്ങൾ, 5.5 ലിറ്റർ രക്തം, 3.5 ലക്ഷം തലമുടി, ഇതെല്ലാം ഉണ്ട്. ഓക്കെ. പക്ഷെങ്കിൽ ഇതിനകത്ത് ദൈവമക്കൾക്കും ലോകമക്കൾക്കും തമ്മിൽ പുറമേ ഒറ്റ സ്ട്രക്ചറാണെങ്കിലും അകത്ത് 2 വ്യത്യാസമുണ്ട്. സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ ആരുടെയും ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷം പങ്കെടുത്ത പലരും ഇന്ന് ഇവിടെ ഇല്ല. അപ്പോൾ ആരുടെയും ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തപ്പോൾ ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും ഏതെങ്കിലും സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവെ, നമ്മുടെ ആത്മാവിനെ എടുത്തുകൊണ്ട് ദൂതന്മാരുടെ അകമ്പടിയോടെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ലോകത്തിലെ മക്കൾക്ക് ആ ഗ്യാരണ്ടിയില്ല. അവർക്ക് ആശയമുള്ളൂ ചെല്ലാമെന്ന്. രണ്ടാമത്തെ കാര്യം, ആസന്നമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ തലമുറയിൽ നടക്കുന്ന മധ്യാകാശ വരവിൽ ദൈവമക്കളാകുന്ന എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവെ എൻ്റെയും നിങ്ങളുടെ ശരീരത്തെ ട്രാൻസ്ഫിഗറേഷൻ നടത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ലോകത്തിലെ ആളുകൾക്ക് ആ ഗ്യാരണ്ടിയില്ല. അവരിത് അറിയത്തുപോലും ഒരു ആക്സിഡന്റ് കണ്ടവർ തലകുനിക്കത്തേ ഉള്ളൂ. റാപ്ചർ ഈസ് ആൻ ആക്സിഡന്റ് ലോകത്തിന്, നമുക്കല്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ സമയമില്ലല്ലോ. അങ്ങനെ 2 വ്യത്യാസം നമ്മൾ ഉള്ളപ്പോൾ തന്നെ ദൈവമക്കളെ പ്രതിസന്ധികളുടെ നടുവിൽ കൂടി ജീവിച്ചേ തീരൂ നമ്മൾ. അതാണ് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്നാന സമയത്ത് നമ്മൾ പാടുകയല്ലേ, ദ വേൾഡ് ബിഹൈൻഡ് ബി ദി ക്രോസ് ബിഫോർ മീ. ആദ്യമേ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? എന്താ കാര്യം? മുമ്പിൽ നമ്മൾ നോക്കിക്കേ, ലോകം നമ്മുടെ പുറകിലാ, ക്രൂശ് നമ്മുടെ മുമ്പിലുണ്ട്. പ്രശ്നങ്ങൾ കൂടെ നമ്മൾ പോകണം. നമ്മളുടെ നിരത്തുകളിൽ കൂടി ഓടുന്നതും നിങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഈ ഓട്ടോമൊബൈൽ സിസ്റ്റങ്ങൾ 3 വിധത്തിലുള്ളതാണ്. ലൈറ്റ് സ്പീഡ്, അല്ലെ ലൈറ്റ് വെയിറ്റ്, മീഡിയം വെയിറ്റ്, ഹെവി വെയിറ്റ്. ഓട്ടോമൊബൈൽ സിസ്റ്റത്തിൻ്റെ മെക്കാനിസം എല്ലാം ഒന്നാ. 30 ടൺ വഹിക്കുന്ന ട്രക്കിൻ്റെയും, പ്രൈസ് ദി ലോർഡ്, തോമാച്ചനെ ഓടിക്കുന്നത് തോമസ് കുര്യൻ പ്രാർത്ഥിച്ച് അദ്ദേഹം അത് കണ്ടോണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ എല്ലാം മെക്കാനിസം ഒന്നാ. പക്ഷെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് എടുക്കാനാ, ട്രക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെവി വെയിറ്റ് എടുക്കാനാ. ഇതുപോലെ എന്നെയും നിങ്ങളെ ഈ സ്വർഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ കൂടി ജയിച്ച് ജീവിക്കാനാ. കാരണം കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചതാ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് കർത്താവ് പറഞ്ഞു, മൈ കിങ്ഷിപ്പ് ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമല്ലാത്ത ആത്മീയ രാജ്യത്തിലെ പൗരന്മാരായ നിങ്ങൾക്കും എനിക്കും ഭൗതികമായ പ്രതിസന്ധികൾ വരും. വിശേഷിച്ച് ഈ കാലഘട്ടം ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ എന്നും പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ നോക്കിക്കേ, ഈ കാലഘട്ടത്തിൽ അതിശക്തമായ 2-3 പ്രതിസന്ധികളുണ്ട്. അത് ദൈവദാസന്മാരായ ഞാനും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും വളരെ പ്രത്യേകിച്ച് കരുതേണ്ട ഒരു കാര്യമുണ്ട്.
ലോകത്തിലെ പ്രധാന മതങ്ങൾക്കൊക്കെ ഒഫീഷ്യൽ സപ്പോർട്ടുണ്ട്. ഇസ്ലാം മതത്തിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളില്ലേ? യഹൂദ മതത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഇസ്രായേൽ? ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ ഹൈന്ദവ മതത്തെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ലേ? ബുദ്ധിസ്റ്റ് മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമില്ലേ? എന്നാൽ ഒരു പാർശ്വവീക്ഷണം നടത്തിയ ദൈവമക്കൾ, ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളല്ലേ? ഇന്ന് ക്രൈസ്തവ മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഈ ലോകത്തിലുണ്ടോ? കാലം തിരിഞ്ഞത് കണ്ടോ? ചെറിയ കാര്യമാണോ? സീരിയസാ. എൻ്റെ വിഷയത്തിൽ നിന്ന് അല്പം മാറുമെങ്കിലും ഞാൻ പറയുക, ക്രൈസ്തവ സഭയെ ഔദ്യോഗികമായി സപ്പോർട്ട് ചെയ്യാമെന്ന് അമേരിക്ക പറയുമോ? ഇല്ല. ഇംഗ്ലണ്ട് പറയുമോ? ഇല്ല. 50 രാജ്യങ്ങളുള്ള യൂറോപ്പ് പറയുമോ? ഇല്ല. കാലത്തിന്റെ നിവൃത്തിയാ, സംഗതി മാറാൻ പോവുക. അതുപോലെ ദൈവമക്കളെ, ദൈവദാസന്മാരായ എനിക്കും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു ഫോൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ, രണ്ടാം ലോകമഹായുദ്ധം വരെ 1938 വരെ യൂറോപ്പിന്റെ സൗന്ദര്യം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. ക്രിസ്തുമതം ആരംഭിച്ചത് ജെറുസലേമിൽ, വളർന്നത് അന്ത്യോക്യയിൽ, പടർന്നത് യൂറോപ്പിലാ. ചരിത്രം അറിയാവുന്ന ദൈവദാസന്മാരെ ഇവിടെ ഇരിക്കുന്ന പഠിപ്പിക്കുന്നവരുവാ. 50 യൂറോപ്യൻ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾക്ക് പരന്നു. കാരണം സംസ്കാരത്തിന്റെ ഉയർച്ച, ജീവിത സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ പടർന്നു. 1938 വരെ ഞാൻ പഠിച്ചപ്പോൾ കണ്ടത്, ഞായറാഴ്ച രാവിലെ ആർക്കെങ്കിലും ഒരു സോഡ കുടിക്കണമെങ്കിൽ കിട്ടത്തില്ല, മുഴുവൻ കടകളും അടവാ. യൂറോപ്പിന്റെ മനോഹരത ഇന്നും കാണാം. അസ്തമിച്ച സാമ്രാജ്യം പോലെ അതിമനോഹരമായ ദേവാലയങ്ങൾ. രാവിലെ 7 മണി മുതൽ പള്ളിയിൽ മണിയടി, കുഞ്ഞുങ്ങൾ വരിവരിയായ സൺഡേ സ്കൂളിന്. അതിമനോഹരമായ ക്രൈസ്തവ സാമ്രാജ്യം പോലെ ആയി. എന്നാൽ 1938 ആരംഭിച്ച് 1945 തീർന്ന സെക്കൻഡ് വേൾഡ് വാർ, ഏകദേശ കണക്ക് 20 മില്യൺ യുവാക്കന്മാർ, പട്ടാളക്കാർ മരിച്ചു. അതിന്റെ 3 ഇരട്ടി സിവിലിയൻസ് മരിച്ചു. ഏതാണ്ട് 70 മില്യൺ, 7 കോടി സുന്ദരികളായ യൂറോപ്യൻ പെൺപിള്ളേർ വിധവമാരായി. അതിന്റെ ഇരട്ടി കുഞ്ഞുങ്ങൾ അനാഥരായി. എണ്ണമില്ലാത്ത വികലാംഗർ വന്നു. യുദ്ധത്തിന്റെ കെടുതിയ. അമേരിക്ക അത് അറിഞ്ഞില്ല. പക്ഷെ അമേരിക്ക ഇപ്പോൾ അറിയുന്നതിന്റെ റിയാക്ഷൻ കേട്ടുകൊള്ളുക, പഠിക്കുമ്പോൾ കാണാം. അതിന്റെ കൂടെ കൊടും പട്ടിണി, തകർന്നെല്ലാം. പക്ഷെങ്കിൽ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ക്രിസ്തീയ സഭകളെ ആ തകർച്ചയുടെ കാരണം ദൈവമല്ല, തങ്ങളുടെ കയ്യിലിരിപ്പാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്തുവാനോ ആത്മീയത്തിൽ വളർത്താനോ അവിടുത്തെ ക്രൈസ്തവ നേതൃത്വങ്ങൾക്ക് സാധിക്കാതെ പോയപ്പോൾ ക്രിസ്തു മാർഗം യൂറോപ്പിൽ നിന്ന് വെളിയിലേക്ക് ചാടി. ക്രൈസ്തവ സഭ യൂറോപ്പിൽ എക്സ്പെൽഡായി. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമല്ലേ ഇത്? മാത്രമല്ല, ആ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ, അതിനു മുമ്പ് അമേരിക്ക വിശ്വാസികളുടെ രാജ്യം, ആരാധനയ്ക്ക് ഇറങ്ങി വന്നവരുടെ രാജ്യം അമേരിക്ക. പക്ഷെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ആ എക്കണോമിക്കൽ വിപ്ലവം വന്നു, മെക്കാനിക്കൽ വളർച്ച വന്നു, ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ, അമേരിക്കൻ ഡോറുകൾ തുറന്നപ്പോൾ യൂറോപ്പിൽ നിന്നും ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്തതല്ല ആരാന്നറിയാമോ? ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂർച്ച നഷ്ടപ്പെട്ട ഒരു തലമുറ ഇങ്ങോട്ട് വന്നു. ആ തലമുറ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ശുദ്ധജലത്തിലും മായം കലർത്തി. അങ്ങനെയാണ് അപജയം ഉണ്ടായെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ നമ്മുടെ പുതിയ തലമുറയെ കൃപയിൽ നിർത്തിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. കാരണം പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കുറുക്ക് വഴികൾ അവർക്ക് കൊടുക്കും, ഷോർട്ട് കട്ട് കൊടുക്കും. പക്ഷെ ദൈവവചനം നമ്മളെ വരെ പഠിപ്പിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം ഷോർട്ട് കട്ടല്ല, പ്രശ്നത്തിന്റെ പരിഹാരം പരിശുദ്ധാത്മാവാണെന്നും ദൈവത്തിന്റെ കൃപയാണെന്നും ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കും നിങ്ങൾക്കൊണ്ട് പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ അവർ കൃപ വിട്ടുപോയാൽ ഞാനും കണക്ക് പറയണം, നിങ്ങളും കണക്ക് പറയണം. ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. യൂറോപ്പിൽ നിന്നും ക്രിസ്ത്യാനിത്വം പോകാൻ കാരണം അന്നത്തെ സഭാ നേതൃത്വങ്ങൾക്ക് ആ കാര്യത്തിൽ താല്പര്യരായില്ല. നമ്മിലതുണ്ടാകരുതേ. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രശ്നങ്ങളില്ലെന്നാണോ? അവരുടെ പ്രശ്നങ്ങൾക്ക് ലോകം കുറുക്കുവഴി കൊടുക്കുന്നു, ഷോർട്ട് കട്ട് പല വിധത്തിൽ.
നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ ചിന്തിക്കാൻ സമയം ലാഭിക്കണമല്ലോ. അങ്ങനെ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ സ്വർഗം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അവർ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തമ്പുരാൻ ജീവകിരീടം നമുക്ക് നൽകുമെന്നല്ലേ വാഗ്ദത്തം. പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെയും ദൈവമക്കൾ കടന്നു പോകണമെന്നുള്ളത് കഷ്ടപ്പെടുത്താനല്ല, ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനാണെന്നറിയാവോ? പ്രശ്നങ്ങളിൽ കൂടിയും പ്രതികൂലം കൂടി പോകുമ്പോൾ സ്വർഗത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും ഒരു ക്ലോസ് ഒബ്സർവേഷൻ ഉണ്ട്. ക്ലോസ് ഒബ്സർവേഷൻ. 276 പേരുമായി പോയ കപ്പൽ തകർപ്പണമായപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ പൗലൂസിനോട് പറഞ്ഞു, സ്വർഗം പറഞ്ഞു, നിന്നെ ഞങ്ങൾ ക്ലോസ് ഒബ്സർവേഷനാണ്. കാരണം നീ ഇവിടെ തീരാനുള്ളതല്ല. യു ആർ സപ്പോസ് ടു സ്റ്റാൻഡ് ബിഫോർ ദ എംപറർ. അതാണ് ക്ലോസ് ഒബ്സർവേഷൻ. സ്തോത്രം. നീ ഇവിടെ തകരാൻ നീ പേടിക്കണ്ട, നീ കൈസറുടെ മുമ്പിൽ നിൽക്കാനുള്ളവനാ. അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞത്, ഒന്നും പേടിക്കണ്ട, കപ്പൽ പോകും, ഞാനും നിങ്ങളും രക്ഷപ്പെടും. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്ക് കഷ്ടത വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒരു ക്ലോസ് ഒബ്സർവേഷൻ ഉണ്ട്. നമ്മൾ കഷ്ടതയെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാൽ കാണാം, ഒരു എലിവേറ്ററാണ്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമിൽ നിന്നും 10ാമത്തെ നിലയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കയറുന്നത് പോലെ ആത്മീയത്തിൽ നമ്മൾക്ക് വരുന്ന കഷ്ടത ജീവകിരീടം പ്രാപിക്കാനുള്ള ഒരു എലിവേറ്ററായിട്ട് കരുതിയാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. പരീക്ഷണവും രണ്ടാണെങ്കിലും സാമ്യവും ബന്ധവും ഉണ്ട്. പരീക്ഷ എന്ന് പറയുന്നത് ദൈവത്തോട് നമുക്കുള്ളതായ സ്നേഹത്തെയും വിശ്വാസത്തെയും ഒരച്ചു നോക്കുന്നതാണ്. സ്വർണത്തിൻ്റെ മാറ്റുരച്ചു നോക്കുന്നത് പോലെ പരീക്ഷ എനിക്കും നിങ്ങൾക്കുള്ള ദൈവത്തോടുള്ള സ്നേഹത്തെയും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉരച്ചു നോക്കും. നമുക്കതിൻ്റെ ഉദാഹരണം നമുക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ വേറൊരു കോണിൽ കൂടെ പറയാനാ. നമുക്കറിയാം, അബ്രഹാമിനെ പരീക്ഷിച്ചു. പരീക്ഷണമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തതയും പേഴ്സണൽ ഭക്തിയും തൂക്കി നോക്കുന്നതാണ്. വെയിറ്റ് എത്ര ഉണ്ടോ? സ്തോത്രം. രണ്ടും രണ്ട് മെഷർമെന്റാ. ഒന്ന് ഉരച്ചു നോക്കും, മറ്റത് തൂക്കി നോക്കും. സ്വർണം ഉരച്ചു നോക്കും, അയൺ ഇരുമ്പ് ഉരക്കിയല്ല തൂക്കി നോക്കും. സ്തോത്രം. ഇതാണ് പരീക്ഷയും പരീക്ഷണവും. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം, ഞാനും നിങ്ങളും കഷ്ടങ്ങളിൽ കൂടിയും ശോധനകളിൽ കൂടിയും പോകുമ്പോൾ ദൈവം കാഴ്ചക്കാരനല്ല, കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളുടെ ഈ ക്രൈസിസിൽ, ബുദ്ധിമുട്ടിൽ ദൈവം കാഴ്ചക്കാരനായി നിൽക്കത്തില്ല. ഞാനത് കർത്താവിൻ്റെ കൃപയാൽ തെളിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റം എനിക്ക് ഇവിടെ അമേരിക്കയിൽ അറിയാമല്ല. അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ, പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഡ്രൈവിംഗ് സീറ്റിൽ, പഠിപ്പിക്കുന്ന ടീച്ചർ നാടൻ ഭാഷ പറഞ്ഞാൽ ആശാൻ ഇപ്പുറത്തെ സീറ്റിൽ. പക്ഷേ 2 ക്ലച്ചും 2 ബ്രേക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അപ്പം എന്നെ പഠിപ്പിച്ച ആളെ ഞാൻ ആശാനാണെന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിച്ച് സ്റ്റിയറിംഗ് സ്റ്റഡിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അശ്രദ്ധയാൽ ഞാൻ അങ്ങോട്ട് മാറ്റിയ ഒരു ആക്സിഡൻറ്റിൽ ഒരു പോസ്റ്റിലോട് ഇടിക്കാൻ പോയി. എനിക്ക് ബ്രേക്ക് ചവിട്ടാനുള്ള വേഗത സ്പീഡും ഇല്ല. പക്ഷേ ആശാൻ കാലുകൊണ്ട് ബ്രേക്കിലും ചവിട്ടി കൈ കൊണ്ട് എൻ്റെ ചെവിയിലും പിടിച്ചൊരു വലിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ നമ്മൾ പരീക്ഷയും പരീക്ഷണങ്ങളും സഹിക്കുമ്പോൾ ദൈവശബ്ദം നമ്മൾ കേൾക്കും. അത് കേട്ടാൽ ഓർത്തോണം, ഇത് പരീക്ഷയാ, ഇത് പരീക്ഷണമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലാണെങ്കിൽ ഇത് നമ്മളെ സഹിച്ചത് ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഇഷ്ടമല്ല. അവർ എല്ലാം നല്ലത്, എല്ലാം വല്ലവൻ. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാലിട്ട് പട്ടിണിയിട്ട് കൊല്ലുമെന്നുള്ള ആ മീനിങ്ങിലല്ല ഞാൻ പറയുന്നത്. എൻ്റെയും നിങ്ങളുടെ വിശ്വാസം, എൻ്റെയും നിങ്ങളുടെ വിശ്വസ്തത തമ്പുരാൻ തൂക്കി നോക്കുമ്പോൾ, തമ്പുരാൻ ഉരച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. നമുക്ക് സുപരിചിതമല്ലേ അബ്രഹാമിൻ്റെ കാര്യം. അബ്രഹാം ദൈവശബ്ദം, എന്തുകൊണ്ട് അബ്രഹാം പോയി? ദൈവത്തോടാണോ സ്നേഹം, ഇസഹാക്കിനാണോ സ്നേഹം? ദൈവത്തിന് ഒന്നറിയണം. 2 വിശ്വാസമുണ്ടോ അതോ പറച്ചിലേ ഉള്ളോ? അവിടെ എന്താണെന്നറിയാവോ? 22-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമല്ലോ സിസ്റ്ററെ. ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 1 and 2. ഒരു പ്രത്യേക കാര്യം അവിടെ ഉണ്ട്, ഒന്ന് വായിച്ചു. ആ ആ
വാക്യം മറിക്കരുത്. നോക്കിക്കുക, പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാം. സാധാരണക്കാർക്ക്, ഇവിടെ ഇരിക്കുന്നവർക്കല്ല, ഒരു ചിന്തയുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, മോരിയാമലയിൽ പോയി യാഗം കഴിക്കാനല്ല, യു ഗോ ടു ദ റീജിയൻ ഓഫ് മോരിയ. നീ മോരിയ ദേശത്ത് പോകണം. അദ്ദേഹം മകനുമായിട്ട് പോയി. 4-ാം വാക്യം ഒന്ന് വായിച്ച. 4-ാം വാക്യം. 3-ാം ദിവസം അബ്രഹാം നോക്കിയപ്പോൾ വെൽക്കം ടു മോരിയ എന്ന് എഴുതിയിട്ടില്ല. അവിടെയാ നമ്മുടെ വിഷയം. 3-ാമത്തെ ദിവസം ചെന്നപ്പോൾ ദൈവശബ്ദം കേട്ടു, ഇതാ മോരിയ ദേശം. അപ്പോൾ അബ്രഹാം നോക്കിയപ്പോൾ 4 മല, മലയല്ല 4 കുന്ന്. യെരൂശലേമിൽ പോയവർക്ക് അറിയാമല്ലത്. 4 കുന്നുകൾ ഒരുപോലെ നിൽക്കുന്നു. അവിടെയും ബോർഡൊന്നുമില്ല. അപ്പോൾ സ്വർഗം ആദ്യത്തെ ശബ്ദം, ദിസ് ഈസ് ദ റീജിയൻ ഓഫ് മോരിയ. 2, ദാറ്റ് ഈസ് ദ പർട്ടിക്കുലർ ഹിൽ വേർ യു വാണ്ട് ടു മേക്ക് ദ ഓൾട്ടാർ. നീ ഇവിടെ വരണം, ഇതാണ് മോരിയ. 2, ഇതാണ് മല, ഇതാണ് ദൈവശബ്ദം. ഹൂസ്റ്റണിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്നല്ല, ഇന്നടത്ത് പോകണം, ഇന്ന സഭയിൽ പോകണം, ഇന്ന സ്ഥലത്ത് പോകണം. ഇന്ത്യയിൽ പോകാൻ പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോകണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് പരീക്ഷയും പരീക്ഷണവുമാണ്. സ്തോത്രം. നമ്മളത് ശ്രദ്ധിക്കണം. ശബ്ദം കേൾക്കുന്ന വിധത്തിൽ നമ്മൾ ഒടുവിലേക്ക് വരാൻ സമയമുണ്ടെങ്കിൽ ശബ്ദം 2 വിധത്തിൽ കേൾക്കാം. ദൈവം തമ്പുരാൻ കഷ്ടങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടി പോകുമ്പോൾ ദൈവം അബ്രഹാമിന് എനർജി കിട്ടിയതിൻ്റെ കാര്യം അതാണ്. എന്താ? ദൈവശബ്ദ. നമ്മളെപ്പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലേ അബ്രഹാം? നമ്മളെപ്പോലെ ബലഹീനനല്ലേ? വാസ്തവത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടി ഇവിടെ ഇരിക്കുന്ന ആൻറ്റിമാരെ അല്ല, സാറായെ. ഞാൻ ചിന്തിക്കുക, കാരണം എത്ര ക്ഷമയുള്ളവളാണ്. ഫെലിസ്തീയ ദേശത്ത് ചെന്നപ്പം പുള്ളി പറയുക, എന്നെ തട്ടിക്കളി, അതുകൊണ്ടേ നീ നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് നീ പെങ്ങളാന്ന് പറയാൻ ഏതെങ്കിലും സഹോദരിമാർ ഇത് സമ്മതിക്കുമോ? ഒന്ന് പറഞ്ഞേ. പുള്ളിക്കാരത്തി ആ ബഹുമാനമുള്ളവൾ. നോക്കിക്കേ, പുള്ളിക്ക് ജീവിക്കണം. സാറാ പോയാലും, സാറാ വേറൊരുത്തൻ്റെ അധീനതയിലായാലും എനിക്ക് ജീവിക്കണം. അപ്പം ബലഹീനതനാ. ഈ ബലഹീനതയൊക്കെ നമുക്കും ഉള്ളതാ. പക്ഷെ സാറാ ഒന്നും വകവെച്ചില്ല, അച്ചായൻ തന്നെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ ബലഹീനനായ അബ്രഹാം ഈ വലിയ കൃത്യം, നമ്മളിന്നും വിശ്വാസികളുടെ പിതാവെന്നും എല്ലാം പറയുവാനുള്ള പൊസിഷൻ കിട്ടാൻ കാരണം ആ യാത്രയിൽ ദൈവശബ്ദം 2 പ്രാവശ്യം കേട്ടു. ഒന്ന്, ദിസ് ഈസ് ദ പ്ലേസ് മോരിയ, ദാറ്റ് ഈസ് ദ പർട്ടിക്കുലർ ഹിൽ, ഐ വാണ്ട് യു മേക്ക് ദ ഓൾട്ടർ ദേർ. ഇതുപോലെ കഷ്ടതയിൽ, രോഗത്തിൽ, ഞെരുക്കത്തിൽ, പ്രയാസത്തിൽ, നിന്ദയിൽ, ഭാരത്തിൽ ഒറ്റപ്പെടുമ്പോൾ ദൈവശബ്ദം കേട്ടാൽ അതാണ് എനർജി. ആ എനർജിയിൽ വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അങ്ങനെയാണ് ഈ ജീവകിരീടം. നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്റ്റൽ സഭകളിൽ, സാധാരണ ചെറിയ സഭകളിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. സൺഡേ സ്കൂൾ വാർഷികത്തിന് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ച് കുട്ടികൾ ചുമ്മാ ഒരു സമ്മാനം കിട്ടാതെ ഇങ്ങനെ വാങ്ങി നോക്കിയിരിക്കും. അപ്പോൾ അവർക്ക് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഹെഡ് മാസ്റ്റർ പറയും, ഒരു സമ്മാനം കിട്ടാത്തവരെന്ന് കൈവെക്കാൻ പറയും. പറഞ്ഞാൽ ഇതുങ്ങളെല്ലാം കൈവെക്കും. അപ്പം വരാൻ പറഞ്ഞു. എന്തിനാ? പ്രോത്സാഹന സമ്മാനം. ഒരു പേര് വിട്ടു. ജോൺസൺ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞേ അത് കൊടുക്കുന്ന ഒരു പെൻസിലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇതുപോലെ സ്വർഗത്തിൽ പ്രോത്സാഹന സമ്മാനം തരുന്ന പരിപാടിയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നാൽ ചെയ്യുന്ന വർക്കുകൾക്ക് മാത്രമേ പ്രവർത്തനമുള്ളൂ. പക്ഷേ ദൈവമക്കളെ, നമ്മളത് വളരെയധികം പരീക്ഷ സഹിച്ചു പോകണം. എന്താണെന്നറിയാമോ? ഈ പരീക്ഷകളും കഷ്ടതകളും വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എൻ്റെയും നിങ്ങളുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടതല്ല, ആ പഴയ ബോഡി തന്നെയാണ്. അതിന് പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത അലങ്കാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നാച്ചുറൽ ശോഭയുണ്ടെന്നല്ലാതെ പഴയ ബോഡിയൊക്കെ തന്നെയാണ്. ഇത് പിശാചിനറിയാം. അവൻ അതിനകത്തോട്ട് കയറ്റം കയറും. കേട്ടിട്ടില്ലേ? എന്തിന് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്കിതല്ലേ വന്നിട്ടില്ലേ? ചിന്തിച്ച് നോക്കിക്കേ. ആത്മീയത്തിലും ഭൗതികത്തിലും കുടുംബത്തിലും ജോലിയിലും എല്ലാം ഇതില്ലേ? ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്താ? ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് എനിക്കിതല്ലേ കിട്ടുന്നത്? തിരിച്ചടി ഇതല്ലേ? ഞാൻ എൻ്റെ പണം, എൻ്റെ പൈസ ഞാൻ നാട്ടിലോട്ട് അയച്ചു കൊടുത്ത് ചെയ്യുമ്പം എന്നെക്കുറിച്ച് ഇങ്ങനല്ലേ കേൾക്കുന്നത്? ഇനി എനിക്കിതൊന്നും വേണ്ട ഒരു ചിന്ത വന്നിട്ടില്ലേ? നമ്മളെ മറ്റുള്ളവർ വിമർശിക്കത്തില്ലേ? ശ്രദ്ധിച്ചേ, ക്രിറ്റിസിസം നമ്മളെ ഏൽക്കേണ്ടിയവരല്ലേ? ആത്മീയരോടാണ് ഞാൻ സംസാരിക്കുന്നത്, ശ്രേഷ്ഠന്മാരോടും ശ്രേഷ്ഠകളോടും ഞാൻ സംസാരിക്കുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കേ. വിമർശിക്കുവാൻ ലോകത്തിൽ ഈ കേരള ഭാഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലായിരിക്കും. അവിടെ പറഞ്ഞ അമ്മയെ തല്ലിയാലും 2 വർഷം ഉണ്ടെന്നാ.
ഒരുത്തൻ പറയാം അവക്കിട്ട് കൊടുക്കേണ്ടതാണ്, ഉടനെ വേറൊരുത്തൻ പറയും അമ്മക്കിട്ടാണല്ലോ അടിച്ചത്. ഇതുപോലെയാണ് എന്ത് ചെയ്താലും വിമർശിക്കുന്ന ഒരു കൂട്ടരില്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിനെ കല്ലിക്കത്തില്ലേ, എനിക്കിനി ആത്മീയം വേണ്ട, എനിക്കിനി കർത്താവിൻ്റെ വേല വേണ്ട. ദൈവമക്കളെ, അവിടെ നമ്മൾ മനസ്സിനെയല്ല നിയന്ത്രിക്കേണ്ടത്, മനസ്സാക്ഷിയെ നിയന്ത്രിക്കണം. നമ്മൾ മനസ്സ് നിയന്ത്രിക്കും, സംഗതി നടക്കത്തില്ല. മനസ്സാക്ഷിയെ നിയന്ത്രിക്കണം. ശോധന വരുമ്പം മനസ്സും മനസ്സാക്ഷിയും രണ്ടും രണ്ടാ. സ്ഥലം ഒന്നാ, എഫക്റ്റ് രണ്ടാ. അരിപ്പൊടി കൊണ്ട് ദോശ ചൂടാം, പറ്റുകയില്ല. അരിപ്പൊടി കൊണ്ട് പുട്ട ഉണ്ടാക്കാനൊക്കത്തുള്ളൂ, ഇല്ലേ? അരി കൊണ്ട് അരി ആട്ടിയാൽ ദോശ ചൂടാം. കണ്ടൻസ് രണ്ടും അരിയാ, പ്രൊഡക്റ്റ് രണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലാണ് മനസ്സ്, മനസ്സാക്ഷി. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കും, പക്ഷെ മനസ്സാക്ഷിയെ നിയന്ത്രിക്കണം. നോക്കിക്കേ, മനസ്സും മനസ്സാക്ഷിയും തമ്മിൽ ഞാനൊന്ന് കാണിച്ചു തരാം. മനസ്സെന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എ പ്ലേസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് തോട്ട്സ്. ചിന്തകൾ കൂട്ടിവെക്കുന്ന സ്ഥലമാണ് മനസ്സ്. ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ 1 മിനിറ്റിൽ 40 ചിന്ത എനിക്കും നിങ്ങൾക്കും വരും. 1 മിനിറ്റിൽ. അപ്പോൾ 1 മണിക്കൂറിൽ 2400 ചിന്ത വരുന്നുണ്ട് മനസ്സിൽ. ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ എന്തെല്ലാം ചിന്തകൾ വന്നില്ലേ? അപ്പം 2400 ചിന്ത 1 മിനിറ്റിൽ കയറും ആരോഗ്യമുള്ളവർക്ക്, ബോധമുള്ളവർക്ക്. അത് പാപമൊന്നുമല്ല, ഹ്യൂമൻ ബീയിങ് തമ്പുരാൻ തന്നിരിക്കുന്ന കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട. 40 ചിന്ത 1 മിനിറ്റിൽ മനസ്സിൽ വരും, വന്നിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇല്ല. സ്തോത്രം. അങ്ങനെ 2400 ചിന്തകൾ വരുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിൽ വെക്കുന്ന എങ്ങനെ അറിയാമോ? അലങ്കാര ഭാഷയിൽ, അല്ലെങ്കിൽ ഉദാഹരണം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് പോലെ. അത്യാവശ്യമുള്ള കാര്യമൊക്കെ ആ കൂളറിനകത്ത് വെക്കും, അത്യാവശ്യമില്ലാത്തത് എവിടെ വെക്കും? ഫ്രീസറിൽ വെക്കും. അത് പിന്നെ ഓർമ്മയിലെടുക്കണം. കർത്താവിൻ്റെ ദാസൻ മാത്യു ഫിലിപ്പ് പാസ്റ്റർ പറഞ്ഞപ്പം എൻ്റെ മനസ്സിന് പഴയതൊന്നും എടുത്ത് പൊടി തെറ്റി ഞാൻ എടുത്ത് ഇപ്പോൾ പറയാൻ നേരമില്ല. ഇവിടെ വെച്ച് 2002 1995 തോന്നുന്നു, ആ ഹൈന്ദവ നഗരമായ പാലക്കാടിൻ്റെ ചെറുത്തിൽ ആദ്യം നടക്കുന്ന പെന്തക്കോസ്റ്റൽ കൺവെൻഷൻ അദ്ദേഹമാണ് നടത്തിയത്. CSCക്കാരാണ് ബാക്ക്ഗ്രൗണ്ട് തന്നത്, സപ്പോർട്ട് ചെയ്തത്. സ്കൂളിൽ വെച്ചാൽ അതിൻ്റെ 4ാമത്തെ ദിവസം നടന്ന സംഭവം പറയാൻ സാധിക്കത്തില്ല ഇവിടെ, അത്ര രസകരമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ അത് എവിടെയായിരിക്കുന്ന അറിയാവോ? അത് ഓർമ്മയ്ക്കകത്താണ്. മറ്റത് മനസ്സിനകത്തെ മനസ്സെന്ന് പറയുന്നത് 2 ഭാഗമാണ്. ഒന്ന്, ചിന്തകൾ, പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത്. ഇന്ന് യോഗമുണ്ടെന്നുള്ളത് മനസ്സിൻ്റെ കൂളറിനകത്തല്ല ഇരിക്കുന്നത്, അതെൻ്റെ മനസ്സിൻ്റെ ഫ്രണ്ട് കവറിൽ ഇരിപ്പുണ്ട്, തുറന്നാൽ കാണാം. പ്രൈസ് ദി ലോർഡ്, ഇവിടുത്തെ യോഗം. പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് മനസ്സ്. മനസ്സാക്ഷി അതിനോട് അടുത്ത് നിൽക്കുന്നതാ. മനസ്സാക്ഷി എന്നാണെന്നറിയാമോ? ആൻ ഇന്നർ ഫീലിംഗ് ഫോർ ആൻ ആക്ഷൻ. പ്രവർത്തിക്കുവാനുള്ള വ്യഗ്രതയാണ് മനസ്സാക്ഷി. മനസ്സെന്ന് പറയുന്നത് ചിന്തകൾ കൂട്ടിവെക്കുന്നതാ. മനസ്സാക്ഷി പ്രവർത്തിക്കുവാനുള്ള ആ വ്യഗ്രത. നോക്കിക്കേ, മനസ്സ് ഉറങ്ങിക്കിടക്കുന്ന ശൗലെ, ഈ ദാവീദ് എന്ന് പറഞ്ഞ മരുമകൻ പേടിച്ച്, നാടൻ ഭാഷ പറഞ്ഞ് വിരട്ടി കാടിളക്കി ഓടിച്ച് ക്ഷീണിച്ച് കിടക്കുക. അപ്പോൾ മനസ്സ് പറഞ്ഞു ഇനി ഓടണ്ടല്ലോ, ഇവനെ തട്ടിയേക്കാം. ഉടനെ മനസ്സാക്ഷി പറഞ്ഞു നിനക്കത് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, മനസ്സും മനസ്സാക്ഷിയും. മനസ്സ് പറഞ്ഞു ഇവനെ കൊല്ലാൻ. അടുത്ത് എന്നപ്പോൾ കോൺസൈൻസ്, മനസ്സാക്ഷി ഏതാ? പ്രവർത്തിക്കാനുള്ള ഉൾപ്രേരണ പറഞ്ഞു ചെയ്യരുതേ. മനസ്സും മനസ്സാക്ഷിയും രണ്ടാ പ്രിയമുള്ളവരെ, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഫ്രിഡ്ജിന്റെ 2 ഡോറെന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം മനസ്സ് ചിന്തകൾ സമാഹരിച്ചിരിക്കുന്നു, മനസ്സാക്ഷി പ്രവർത്തിക്കാൻ. അവിടെ വേണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത് പൗലൂസ്, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട്. വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയുമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന ചരിത്രം നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അവിടെ എന്താ സംഭവിച്ചത്? ഇവരെ കല്ലുമായിട്ട് വന്നതിന് 2 ഉദ്ദേശമാണ്. കർത്താവിനെ കൊടുക്കണം. കാരണം കർത്താവ് ന്യായപ്രമാണമാണ് വ്യഭിചാരത്തിൽ പിടിച്ച കല്ലെറിയാൻ, ലോയ. അപ്പോൾ കർത്താവെ നീ എന്തു പറയുന്നു? കാരണം കർത്താവ് പറയണം യെസ് ന്യായപ്രമാണം ശരിയാ എന്ന് പറഞ്ഞാൽ കല്ലെടുത്തെറിയാം. അപ്പോൾ ചോദിക്കാം, നീ പിന്നെ സൗമ്യതയുള്ളവനാ, നീതിയുള്ളവനാന്ന് പറഞ്ഞിട്ട് നീ ഇവനെ കൊല്ലാൻ പറഞ്ഞോ? കർത്താവിനെ കൊടുക്കണം. ഇതാണ് അവരുടെ പരിപാടി. അവർ കല്ലുമായിട്ട് വന്നിരിക്കുക. കർത്താവ് അടുത്ത് ഒരൊറ്റ അടി അടിച്ചപ്പം പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പം കൂളറിനകത്തതെല്ലാം എടുത്തു വരൂ.
കാരണം എന്നാ, ചെയ്ത സകല കുഴച്ചിലും വെളിയിലോട്ട് വന്നപ്പം വളരെ വ്യക്തമായിട്ട് കാണാം, മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം കല്ല് താഴെ ഇട്ടേച്ച് ആ ചെറിയവനും വലിയവനും ഓരോരുത്തനായിപ്പോയി ഇല്ലേ? അതാണ് മനസാക്ഷി. മനസ്സെന്ന് പറയുന്നത് ചിന്തകൾ സമാഹരിക്കുന്നു. മനസാക്ഷി എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാണ്. ഇതിൽ മനസാക്ഷിയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്തിനാ? കഷ്ടങ്ങൾ വരുമ്പോൾ സാത്താൻ്റെ ടെക്നോളജിയെ നിരുത്സാഹപ്പെടുത്തുക, എങ്ങനെയാലും പുറകോട്ട് വലിക്കുക. അപ്പോൾ നോക്കിക്കേ, ഒരിക്കലും ദുഃഖിക്കരുത്. പ്രശ്നങ്ങൾ വരും. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ് ഞാൻ. ഇന്നലെ വന്നു. സാധാരണ ഒരു പറച്ചിലുണ്ട്, ഈ സ്പിരിറ്റുകാരൊക്കെ വന്നാൽ അത് ഗ്യാരണ്ടി ഇല്ലെന്ന്. എന്നാൽ ഗ്യാരണ്ടി ഉള്ളതാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അമേരിക്കൻ എയർലൈൻസിൽ കയറി 8:45 വരെ ഞാൻ ബോർഡ് അവിടെ ഇരിക്കുക ഗേറ്റിൽ. 8:45 ആയപ്പം എല്ലാം ബോർഡിങ് 8:45 എന്ന് കാണിക്കുന്നു, 8:30 കാണിക്കുക, 15 മിനിറ്റ് കൂടെ ഉണ്ടെന്ന്. അപ്പോൾ 8:45 ആയപ്പം ഒരു അനൗൺസ്മെൻറ്റ്, പൈലറ്റിന് കോവിഡാണ്. തീർന്നില്ലേ? എങ്ങോട്ട് പോകാനാ? പ്രൈസ് ദി ലോർഡ്. സംഗതി മാറിയത് കണ്ടോ? ഇതൊക്കെ വരും. പൈലറ്റിനും കോവിഡ് വരും, അല്ലാത്തവർക്കും വരും. ഇതൊക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ പുറകിൽ സാത്താൻ്റെ കളിയുണ്ട്. അതിനെ ജയമെടുത്തുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. ഇന്ന് സഭായോഗത്തിൽ, ഞാൻ ഇവിടെ കർത്താവിൻ്റെ ദാസൻ്റെ സഭായോഗത്തിൽ കൂടുന്നതിന് പകരം ചിക്കാഗോയിൽ കൂടി അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷ അനുഭവിച്ചാ വരുന്നത്. തക്ക സമയത്ത് ഇവിടെ വന്നില്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ സാത്താൻ ചോദിക്കും, നമ്മൾ പാപം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ ഇതിനെ അതിജീവിക്കും, എൻ്റെ പരീക്ഷ ഞാൻ ഓവർകം ചെയ്യും. ഇത് തന്നെയല്ലേ ഇയ്യോബിൻ്റെ ചരിത്രം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൂടെ പറഞ്ഞ അടുത്തൊരു വിഷയം, അതിൻ്റെ ആ ബാക്കി കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പരീക്ഷ നമുക്കറിയാം. ഇയ്യോബിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നതല്ലേ. അബ്രഹാമിൻ്റെ സമകാലിൽ നിന്ന് പറയാൻ കാരണമുണ്ട്. കാരണം യാഗങ്ങൾ പുരോഹിതന്മാർ നടത്തണമെന്നുള്ള നിയമം വന്നത് മോശയുടെ കാലത്താണ്. അതിനു മുമ്പ് കുടുംബത്തലവന്മാരാ യാഗം നടത്തുന്നത്, അതിന് മുൻപേ. അതുകൊണ്ടാണ് അബ്രഹാം യാഗപീഠം പണിതു, നോഹ പണിതു. മോശയുടെ കാലം വന്നപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെ നടത്തണ്ട പുരോഹിതന്മാർ. അപ്പോൾ ഇദ്ദേഹം യാഗം നടത്തിയവൻ. അപ്പം മോശയുടെ കാലത്ത്, അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചയാളാണ്. ഒന്ന്. രണ്ടായി പറയാൻ കാരണം, അന്ന് ബൈബിൾ കോളേജ് ഇല്ല, ന്യൂ ലൈഫ് പബ്ലിക്കൽ സെമിനാരി ഇല്ല, ഒരു സെമിനാരി ഇല്ല, വേദപുസ്തകവും ഇല്ല. കേട്ടോണേ, യാതൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തനിക്ക് നമുക്കറിയാം ഈ അപകടം എല്ലാം വന്നു. പുള്ളി ഇരിക്കുന്നത് ഗ്രൗണ്ടിൽ, ചാരത്തിൽ. 4 അച്ചായന്മാരിരിക്കുന്നത് നല്ല കസേരയിൽ. അത് ഒന്ന് മനസ്സിൽ കാണണം. പരീക്ഷ. പുള്ളിക്കാരനിരിക്കുന്ന തറയിൽ, ചാരത്തിൽ. ഒരു പ്രിക്ലി ഹീറ്റ് കിട്ടും ചാരത്തിനകത്തിരുന്ന്. അതിനാ ഈ 4 സഹോദരന്മാർ കൂട്ടുകാരിരിക്കുന്നത് കസേരയിൽ. അവർക്ക് ചായ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇതല്ലേ ചിത്രം. ഈ വേദപുസ്തകത്തിൽ ചിലരുടെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ളത് നല്ലതാണ്. അത് വെളിപ്പെടുത്തിയ പല പ്രശ്നങ്ങളാണ്. അതിലൊന്നാണ് ഇയ്യോബിൻ്റെ അമ്മാമ്മയുടെ പേരറിയാൻ മേല, 2 ലോത്തിൻ്റെ അമ്മാമ്മയുടെയും പേരറിയാൻ മേല. ഇതൊക്കെ പറയാതിരിക്കാൻ കാരണം ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിൽ സമയമില്ല പറയാൻ. എന്നറിയാമോ, നമ്മൾ ഒത്തിരി കച്ചേരി ഈ പേരിനകത്ത് സ്വഭാവങ്ങളൊക്കെ വരും. വെറുതെ ഒന്നുമല്ല ഈ പേരിടുന്നത്. നാളെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 2 പേരും വെളിപ്പെടുത്താത്ത ആരും ഗതികേടിന് കയറി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം വരാതിരിക്കാനാ. അങ്ങനെ അവർക്ക് ചായ കൊടുത്താൽ പറ ഇങ്ങേരോട് പറഞ്ഞുകൂടെ, ഇങ്ങേരൊന്ന് തട്ടിപ്പോകട്ടെ എന്ന് പറഞ്ഞ അമ്മാമ്മ. പക്ഷെ നോക്കിക്കേ, ഞാൻ പറഞ്ഞ വിഷയം, സെമിനാരിയില്ല, അച്ഛനില്ല, പുരോഹിതനില്ല. ഈ കഷ്ടതയിൽ ദൈവശബ്ദം താൻ കേട്ടു. ആ ദൈവശബ്ദം തന്നെ പരിഹസിച്ചവർക്കും വിമർശിച്ചവർക്കും നിന്ദിച്ചവർക്കും എതിരെ അടിച്ച മിസൈലാ. ഒന്നാമത്തെ ശബ്ദം അദ്ദേഹം കേട്ടു, മനുഷ്യൻ ദൈവം മുൻപാകെ നീതിമാനായിരിക്കുന്നത് എങ്ങനെ. ആ ഒറ്റ ശബ്ദത്തിൽ ഇവരുടെ നാക്കൊതുങ്ങിപ്പോയി. നീ ഇത്രയും ചെയ്തിട്ട് നിനക്കെന്നെ ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നാടൻ ഭാഷ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതിന് കൊടുത്ത മറുപടിയാ. പ്രൈസ് ദി ലോർഡ്. മർത്യൻ ദൈവം മുൻപാകെ 9-ാം അധ്യായത്തിലെ 2-ാം വാക്യവാ, നീതിമാനാകുന്നത് എങ്ങനെ. ശബ്ദം കേട്ടോ ദൈവമക്കളെ. കഷ്ടതയിൽ നമ്മൾ ശബ്ദത്തിൽ കേൾക്കണം, ഞെരുക്കത്തിൽ കേൾക്കണം, രോഗത്തിൽ കേൾക്കണം, കോവിഡ് വരുമ്പോൾ കേൾക്കണം. കോവിഡ് വന്നാൽ പേടിക്കരുത്, ദൈവശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ത് കഷ്ടത വന്നാലും, ജോലി പോയാലും, പ്രയാസം വന്നാലും, എന്തെല്ലാം സംഭവിച്ചാലും, വി ആർ സപ്പോസ് ടു ഹിയർ ദ സൗണ്ട് ഓഫ് ഗോഡ്. അതാണ് നമ്മുടെ ആത്മീയം. പ്രൈസ് ദി ലോർഡ്. ഒരു മകൻ കാല് മുറിഞ്ഞിരിക്കുന്നു. മാനുഷികമായി ചിന്തിച്ചേക്കും, ഭയങ്കര ഇഞ്ചുറി, ചോര വലിക്കുന്ന നമുക്ക് അറിയുക. അമ്മ അല്ലെ അപ്പം വന്ന്
അടുത്തിരുന്നുകൊണ്ട് മിണ്ടാതിരിക്കുവോ? ചിന്തിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യോ കാലോ മുറിഞ്ഞാൽ നമ്മൾ വന്ന സ്റ്റാറ്റസ് വിടാതെ ഇങ്ങനെ ഇരിക്കുമോ? ഞാൻ പാസ്റ്ററാണ്, മിണ്ടത്തില്ല, സെൻട്രൽ പാസ്റ്ററാന്ന് പറഞ്ഞു പറയുമോ? ഞാൻ ഹോസ്പിറ്റലിലെ വലിയ സൂപ്പർവൈസറാണ്, മകനാ, ഒരമ്മ പറയുമോ? നമ്മൾ ചാടി വീഴുകയല്ലേ? അങ്ങനെയാണ് നമ്മുടെ തമ്പുരാന് നമുക്കൊരു ശകലം വേദന വന്ന ഉടൻ ദൈവത്തിൻ്റെ ശബ്ദം തരും. വാസ്തവത്തിൽ കഷ്ടതയെന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കാൻ ദൈവമക്കളുടെ ഇൻ്റർനെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. ഇദ്ദേഹം ഒറ്റ അടി അടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നാമൻ്റെ തല പോയി. രണ്ടാമൻ മനസ്സിലായി ഇനി അടുത്തത് എന്നാ വരുന്നത്. രണ്ടാമതൊരൊറ്റ അടി അടിച്ചു. 16:19 എൻ്റെ ദൈവം വിചാരിച്ച എന്നെ ജാമ്യത്തിലിറക്കാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തീരും. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. അത് കേട്ടപ്പോൾ അമ്മാമ ചായ കൊടുപ്പ് നിർത്തി. പ്രശ്നമാ, എൻ്റെ ജാമ്യക്കാരനുണ്ട്, എൻ്റെ നിങ്ങളുടെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെ ഇറക്കാൻ, നമ്മുടെ കഷ്ടതയിൽ നമ്മളെ വെളിയിൽ ഇറക്കാൻ, ഭാരത്തിൽ നിറക്കാൻ. ആമേൻ, സ്തോത്രം. സന്തോഷമുള്ള ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഒന്ന് ആരാധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മൂന്നാമത്തെ ശബ്ദം ഉണ്ടല്ലോ, അതിൻ്റെ ഗുണം ഇന്ന് ഞാനും നിങ്ങളും കൂടെ അനുഭവിക്കുക. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് മതിയായി. ഇവർ പറഞ്ഞാൽ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചു കാണും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല സെമിനാരിയില്ല, ബൈബിൾ കോളേജില്ല, ഒന്നുമില്ലാത്ത കാലത്തെ അദ്ദേഹം ഒരൊറ്റ അടി. എന്തൊരാഴമായ അർത്ഥമായി. ദർശനം കണ്ടോ? 19:25 എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ. ദൈവമക്കളെ, എത്ര ആഴമാ വീണ്ടെടുപ്പെന്ന് പറയുന്ന വാക്ക്. അബ്രഹാമിൻ്റെ കാലത്ത് ഇദ്ദേഹം ഒന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കിക്കേ, പൊടിമേൽ നിൽക്കുമെന്ന്. എത്ര ഭയങ്കര ആശയമാ. പൊടിയെന്ന് പറഞ്ഞാൽ എന്താ? പൊടി എന്ന് പറയുന്നത് മണ്ണ് തന്നെ. അത് ഉയരുമ്പോഴാണ് പൊടി. അത് മണ്ണിൽ നിന്നും പൊടി വേർപെട്ടാലാണത് ഡസ്റ്റ്, അല്ലെ മണ്ണ് തന്നെ. പക്ഷേ പൊടി മേലോട്ട് എവിടം വരെ വരും? സ്തോത്രം. ഇതുപോലെ അന്നറിയാമോ? ഇന്ന് ദൈവമൊക്കെ അറിയാം, ദൈവദാസന്മാർക്കറിയാം. പൊടി ആകാശം വരെ പോകത്തുള്ളൂ, ആകാശത്തിൻ്റെ അപ്പുറത്ത് പൊടി പോകത്തില്ല. ആകാശത്തിൻ്റെ അപ്പുറത്തുള്ളത് അസ്ട്രോയിഡ് ഡസ്റ്റ് എന്ന് പറയും. ഭൂമിയിലെ പൊടി ആകാശത്തിൻ്റെ മേളിൽ പോയി മെസോസ്ഫിയറിൻ്റെ മേളിൽ പോകത്തില്ല. ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തെർമോസ്ഫിയറിലൊക്കെ നിൽക്കും. എക്സോസ്ഫിയറിൻ്റെ അപ്പുറം ഒറ്റ പൊടി പോകത്തില്ല. അവിടുത്തെ പൊടി എന്ന് പറഞ്ഞാൽ അസ്ട്രോയിഡ് ഡസ്റ്റാ, ഉൽക്കകൾ പൊട്ടിയ പൊടിയാ. അപ്പോൾ ഈ പൊടി എവിടം വരെ പോകും? ആകാശത്തിൻ്റെ 4ാമത്തെ തട്ടിലോ 5ാമത്തെ തട്ടിലോ. അതാ നമ്മൾ പറയുന്നത്, എൻ്റെ പ്രിയൻ മേഘാരൂഢനായി വന്ന് മേഘത്തിൽ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും മേഘത്തിലെടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ അറിവാണ് യോബിന് കിട്ടിയതെങ്കിൽ ദൈവമക്കളെ, കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ ധൈര്യത്തോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സമയം തീർന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ശാസ്ത്രത്തിന് പിടികിട്ടാത്ത 2 തമസ്യകളുണ്ട്. അതിലൊന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം, ഒന്ന് നാളെ നമുക്ക് ചിന്തിക്കാം. ശാസ്ത്രത്തിന് പിടികിട്ടാത്തതും അവരുടെ പിടിയിൽ ഒതുങ്ങാത്തതുമായ ഒരു തമസ്യയുണ്ട്. പക്ഷെ അത് ദൈവമക്കളുടെ പിടിയിൽ ഒതുങ്ങും. ശാസ്ത്രത്തിന് ഇന്നും പിടികിട്ടി സംഗതി ഉണ്ടെന്ന് എങ്ങനെ നേരിടണമെന്ന് അറിയാൻ മേല. അതിൻ്റെ പേരാണ് കയോട്ടിക് ആക്ഷൻ. കയോസ് അറിയാവുന്ന വിശുദ്ധ ദൈവമക്കൾക്കറിയാം, ദൈവദാസന്മാർക്കറിയാം. അൺപ്രിഡിക്റ്റബിൾ ഓർഡർ ഓഫ് വർക്ക്. ഒരു പ്രവർത്തനം നടക്കും, എപ്പോൾ നടക്കും, എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. അതിങ്ങനെ പരമ്പരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് എനിക്കിട്ടടിച്ചത് കയോസാ. 8:45 പറയാം ഫ്ലൈറ്റ് ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ കയോട്ടിക് ആക്ഷൻ. അത് തുടരെ പലതായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിനെ നേരിടാൻ ശാസ്ത്രത്തിന് അറിയാൻ മേല. കയോട്ടിക് ആക്ഷന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം, ഗ്യാസ് സ്റ്റേജ് ഓൺ ചെയ്ത് വെള്ളം തിളക്കട്ടെ, കോർക്കിടെ. ഒരു കോർക്ക് ആ വെള്ളത്തിൽ കിടക്കുന്നു. ലോകത്തിലെ ഒരൊറ്റ ശാസ്ത്രജ്ഞൻ പറയത്തില്ല ഇത് എങ്ങോട്ട് പോകുമെന്ന്. പക്ഷെ അതിങ്ങനെ തത്തി കളിക്കും. എങ്ങോട്ടാ ആർക്കും പറയാനൊക്കത്തില്ല. അതാണ് കയോട്ടിക് ആക്ഷൻ. ഇതുപോലെയാണ് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കും, പാമ്പ് കടിച്ചവനെ പട്ടി കടിക്കും, പട്ടി കടിച്ചവനെ വണ്ടി ഇടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ കയോട്ടിക് ആക്ഷൻ. ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും, ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും പ്രശ്നങ്ങൾ. അതാ സാത്താൻ്റെ ടെക്നോളജിയാ. എന്തിനാ? എൻ്റെ നിങ്ങളുടെ ദർശനം മാറ്റണം, എൻ്റെ നിങ്ങളുടെ കൃപയിൽ നിന്ന് കുറയ്ക്കണം. നമ്മുടെ ശരീരം ഉണ്ടല്ലോ എപ്പോഴും ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശരീരമാണ്. ഈ ലോകത്തിൻ്റെ മനോഹരതയിൽ ജീവിക്കുന്നതിനാൽ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലും ജീവിക്കണം, ആത്മീയ ലോകത്തിലും ജീവിക്കണം. ഭൗതിക ലോകത്തിലും നമ്മൾ ജീവിക്കാനുള്ളവരാ. ആത്മീയ ലോകത്തിൽ നിന്നും ഭൗതിക ലോകത്തിലേക്ക് പോകുമ്പോൾ ഈ കൂളിംഗ് അവിടെ കിട്ടത്തില്ല. അവിടെ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളരുമെന്നറിയാം. പക്ഷെങ്കിൽ
ദൈവമക്കൾ അതിനെതിരെ പ്രശ്നങ്ങൾ മഴ പോലെ വരുമ്പോൾ ഒരു കൊട പിടിക്കും, കൃപയുടെ കൊട. ദി അംബ്രല്ല ഓഫ് ഗ്രേസ്. ആ കൃപയുടെ കൊടയെന്ന് പിടിച്ച് നോക്കിക്കേ, കയോട്ടിക് ആക്ഷൻ അവിടെ താഴും. ശാസ്ത്രത്തിനൊന്നും അറിയാമല്ല, ദൈവമക്കൾക്കറിയാം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് മാരക രോഗം വന്നാലും നമുക്കറിയാം, മാക്സിമം പിടിക്കുന്ന ശരീരത്തെ പിടിക്കത്തുള്ളൂ, ആത്മാവിനെ പിടിക്കത്തില്ല. അല്ലേ? മാക്സിമം ശരീരത്തിൽ. ആത്മാവിനെ തൊടുന്ന ഒരു രോഗവും വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അത് ഒറ്റ രോഗമേ ഉള്ളൂ, പാപരോഗം. ബാക്കി രോഗമൊന്നും ആത്മാവിനെ തൊടുന്നതല്ല. മാക്സിമം ഈ ശരീരങ്ങൾ, അതല്ലെങ്കിൽ എന്നായാലും കളയാനുള്ളവരാ. അല്ലേ? എപ്പോഴാണെങ്കിലും എനിക്കറിയാം, എനിക്ക് വയസ്സ് 83. അപ്പം എപ്പോൾ വേണേലും ഇത് ഗ്യാരണ്ടി പോകും. പക്ഷെ എനിക്കൊന്നറിയാം, ഇത് വിട്ടാൽ മനോഹരമായ ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലും. ഈ പ്രത്യാശയാണ് ദൈവമക്കൾക്ക് വേണ്ടിയത്. കൃപയെന്ന് പറഞ്ഞാൽ നമ്മൾ കൃപയിലാണോ എന്നൊരു ടെസ്റ്റോസൂടെ നടത്തിയാൽ കൊള്ളാം. പഴയ കാലത്താണെങ്കിലുണ്ടല്ലോ, ഈ നമ്മുടെയൊക്കെ ഈ അമേരിക്കയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പൂർവ്വകാലത്ത്. നമ്മുടെ നാട്ടിൽ ഡയബറ്റിക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വലിയ പാടെ. ബ്ലഡ് ഷുഗർ നോക്കുന്ന പരിപാടിയൊന്നും ഹോസ്പിറ്റലിലില്ല. അവിടെ സിസ്റ്ററൊക്കെ പറയട്ടല്ലേ, അവർ ഡൽഹിയിലൊക്കെ പഠിച്ചതാ. ഒരു നീല നിറത്തിലുള്ള ഒരു ലിക്വിഡ് ഉണ്ട്, അതിട്ട് തിളപ്പിച്ചിട്ട് 2 or 3 ഡോക്ടർ യൂറിൻ ഇട്ടിട്ട് ഇങ്ങനെ തിളച്ചിട്ട് നോക്കും. കളറ് മാറിയാൽ കളറ് മാറുന്നതനുസരിച്ച് നേഴ്സ് തീരുമാനിക്കും എത്ര ഉണ്ടെന്ന്. അങ്ങനെയാ പഴയ പരിപാടി അവിടെ. അതായത് കളറ് മാറണം. നീല കളറാണ് പറഞ്ഞാൽ അച്ഛന് ഷുഗർ ഇല്ല, ശകലം മങ്ങലാണെങ്കിൽ കുറേശ്ശെ ഉണ്ട്, കടും മഞ്ഞാണെങ്കിൽ അപ്പച്ചൻ അപ്പടി ഷുഗറാണ്. ഇതാണ് അത് തീരുമാനിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഇന്നതെല്ലാം മാറി, എല്ലാവരുടെയും വീട്ടിലുണ്ട്. അല്ലേ? ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന സ്ട്രിപ്പും BP നോക്കുന്ന വീട്ടിലുണ്ടെങ്കിൽ കൃപയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? പ്രശ്നങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, കൃപയില്ല. ദൈവശബ്ദം വിത്ത് സൗണ്ട്, വിതൗട്ട് സൗണ്ട്, 2 വിധത്തിൽ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം മോശ കേട്ടത് വിത്ത് സൗണ്ട്. മോശേ, അത് വിത്ത് സൗണ്ടാ. ഉറങ്ങിക്കിടന്ന ശമൂവേൽ കേട്ടത് വിത്തൗട്ടാ. ശമൂവേലേ, അത് ശബ്ദത്തിലല്ല, വിത്തൗട്ടാ. വിത്തും വിത്തൗട്ടും കേൾക്കും ദൈവശബ്ദം. പ്രത്യേക സന്ദർഭത്തിൽ ദൈവം പേരെടുത്ത് വിളിക്കും, പ്രത്യേക സമയത്തിൽ പേരെടുക്കാൻ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ കൃപയില്ല, പേടിക്കണ്ട. ടെസ്റ്റോസ. 2, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോ? അടുത്ത ടെസ്റ്റാ. പ്രാർത്ഥിച്ചിട്ടതിന് ആൻസർ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൃപയില. കൃപയിലാണെങ്കിൽ തിന്മയ്ക്കെതിരെ നന്മയുടെ കൊട പിടിക്കാം. തിന്മയ്ക്കെതിരെ നന്മയുടെ കൊട പിടിക്കാൻ ദൈവമക്കൾക്കല്ലാതെ ആർക്കും സാധിക്കത്തില്ല. അതാ തെസ്സലോനിയ ലേഖനത്തിൽ പറയുന്നത്, ആര് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ കൊണ്ട് ജയിക്കാൻ പറഞ്ഞതിന് കാരണം, ഈ കൊട പിടിക്കണമെങ്കിൽ അതിൻ്റെ കൊടയുടെ ക്ലോത്തിങ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൃപ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ കൃപയില്ല. 3, നമുക്ക് സമാധാനം അകത്തുണ്ടോ? എങ്കിൽ അതിൻ്റെ അർത്ഥം തമ്പുരാൻ കുറച്ച് ഡിപ്പോസിറ്റ് തന്നിട്ടുണ്ട്, ധൈര്യത്തോടെ ഇരിക്കാം. സമാധാനത്തിൻ്റെ പേര് പണമുള്ളപ്പെടുത്തിയ സമാധാനമല്ല, ആരോഗ്യമുള്ളപ്പെടുത്തിയ സമാധാനമല്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം, കർത്താവിൻ്റെ സമാധാനം. 4, കൃപയുണ്ടോ? ഫാമിലി ലൈഫ് സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ പൊട്ടിത്തെറി വരത്തില്ല, ചീറ്റൽ വരത്തില്ല, പൊട്ടൽ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ എടിപോടിയൊന്നും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. 5, കൃപയാണോ? നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ആരാകും? പ്രോസ്പെറിറ്റി ഉണ്ടാകും ജോലി സ്ഥലത്ത്. കാരണം ജോലി ചെയ്യുന്ന ഞാനും നിങ്ങളും അല്ല, കർത്താവ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാമല്ലേ, യഹോവ ജോസഫിനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹി ബിക്കം എ പ്രോസ്പെറസ് പേഴ്സൺ ആസ് ഗോഡ് വാസ് വിത്ത് ഹിം. ചെന്ന പണി എന്തുവാ? ജോലി ചെയ്യണം. അവിടെ ചെന്നിട്ട് മിസ്സസ് പൊത്തിപ്പേറെ ക്ഷണിച്ചിട്ട് മനോഹരമായ കൊപ്പിന ടീ കൊടുത്ത് ഇച്ചിരൂടെ കുടിക്കുക, ഷുഗർ വേണമെന്നൊന്നുമല്ല ചോദിച്ചത്. ഞാൻ എൻ്റെ ഭാവനെ പറയുക, ആദ്യമേ നല്ല ചെറുപ്പക്കാരൻ കണ്ട 17 വയസ്സുള്ള നല്ല കൊച്ചൻ ആദ്യമേ വിറകെടുത്ത് കീറാൻ പറഞ്ഞ് കോടാലി എടുത്ത് കൊടുത്ത് കാണും, അല്ലേ? പക്ഷെ ഇവൻ കീറുമ്പോൾ എല്ലാം ചെറിയ കഷണം. തലേദിവസം അണ്ണാച്ചി കീറിയത് മുട്ടി. എന്താ? ഇവനല്ല കീറിയത്, ഇവൻ്റെ അകത്തെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞാൽ ഉടനെ പാല് കറക്കാൻ പറഞ്ഞു കാണും. ഇവൻ കുറഞ്ഞാൽ ഇഷ്ടം പോലെ പാല്. തലേദിവസം ദാമോദരൻ കറന്നപ്പം വെള്ളത്തിലോട്ട് കറന്നു കൊണ്ട് കൊടുത്തു. ദൈവമക്കൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻ്റെ കരങ്ങളല്ല ക്ഷയിക്കുന്ന, പ്രവർത്തിക്കുന്നത് കർത്താവാ. ഒരു ക്ലാരിറ്റി കാണും, കാരണം നമ്മൾ കൃപയിലാ.
ഏത് ജോലി ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, എന്തായാലും ഉണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, ധൈര്യത്തോടെ പറയാം, കർത്താവ് ജോലി കൂടെ ഉണ്ടോ, നമ്മുടെ ജോലിയിൽ നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും. അവിടെ ചെന്നാൽ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹമുണ്ടാകും. കൃപയിലാണോ? കൃപയിലാണെങ്കിൽ നമ്മളെ ആത്മീയത്തിൽ നമ്മൾ സമ്പന്നരാകും. ഇതുണ്ടെങ്കിൽ മാത്രമേ തിന്മയ്ക്കെതിരെ നന്മയുടെ കൊട പിടിക്കാം. നൈജീരിയയിലെ സംഭവം ഞാൻ ഈയിടെ കേട്ടത്, 4 ക്രിസ്ത്യാനികളെ തീവ്രവാദികളെ കൈയും കെട്ടി നിർത്തി. അവിടുത്തെ പതിവ് പരിപാടിയാണല്ലോ, കഴിഞ്ഞ മാസം 20 പേരെ നിർത്തി. അതിന് മുമ്പാ 4 പേരെ ഇങ്ങനെ നിർത്തിയിട്ട് വെടിവെക്കാനായിട്ട് നിർത്തി, കൈയെല്ലാം കെട്ടി 4 തീവ്രവാദികൾ. അവർ മുഖമെല്ലാം മൂടിക്കെട്ടെന്ന് പറഞ്ഞെന്നേ, ഈ ക്രിസ്തുവിനെ തള്ളിപ്പറ, ഞങ്ങളുടെ മതം സ്വീകരിക്കുക, നിങ്ങളെ വെറുതെ വിടാം. അവർ പറഞ്ഞ് പറ്റത്തില്ല. ഉടനെ ഒരുത്തം പറഞ്ഞത്, ശരി 2 മിനിറ്റിനാണ് നിങ്ങളെ വെടിവെക്കാൻ പോവുക, നിങ്ങളുടെ ജീവൻ തീരാൻ പോവുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 3 പേര് ഒന്നും മിണ്ടിയില്ല, കരഞ്ഞു. ഒരുവൻ പറഞ്ഞത്, എനിക്ക് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ തരണം, നിങ്ങൾ ചെയ്യുന്ന പാപം ഭയങ്കരമാണ്, അത് ദൈവമേ ക്ഷമിക്കണമേ. അവർ തോക്ക് താഴെ ഇട്ടെന്നാണ് പറഞ്ഞത്. സ്തോത്രം. തിന്മയോട് തിന്മ കൊണ്ട് പിടിക്കാൻ സാത്താൻ പറയും. അത് സഭയെ പറയും, വീട്ടിൽ പറയും, നാട്ടിൽ പറയും, അവനിട്ട് 2 കോടെ, അവക്കിട്ട് 2 കോടെ. നോ, നമ്മൾ കൃപയിലാണെങ്കിൽ പരീക്ഷയിൽ ജയിക്കാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് നമ്മുടെ പരീക്ഷാ സമയത്ത് നമ്മളെ പ്രത്യേകം കരുതും ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഈ മിലിറ്ററിയിൽ ജോലിയുള്ളവർ അറിയാം, മിലിറ്ററിക്കാർക്ക് ഫുഡ് കൊടുക്കുന്നത് എല്ലാ ഗവൺമെൻറ്റും കൊടുക്കും. 2 വിധത്തിലുള്ള ഫുഡാണ് കൊടുക്കുന്നത് അവിടെ. പീസ് ടൈമിലൊരു ഫുഡുണ്ട്, അത് ഓർഡിനറി ഫുഡ്, വളരെ നല്ല ഫുഡൊക്കെ കൊടുക്കും. നമ്മുടെ ഈ കേരളത്തിലേക്ക് ചപ്പാത്തി വന്ന് എങ്ങനെയാണെന്നറിയാവോ? നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ മിലിറ്ററി പോയ ആളുകളാണ് കൊണ്ടുവന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പം ഒരു മത്തായി പട്ടാളത്തിൽ പോയി. ഞങ്ങളിങ്ങനെ ഒരു കാഴ്ച കാണുന്ന പോലെ നിന്ന് മത്തായിയുടെ വർത്തമാനം കേൾക്കാൻ. അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി ചോദിച്ചു, മത്തായി എങ്ങനെയുണ്ടാ? മത്തായി പറഞ്ഞു, എൻ്റെ അമ്മച്ചി രാവിലെ പരേഡും ചപ്പാത്തിയും. അപ്പോൾ എൻ്റെ ധാരണ എന്നാന്ന് ചോദിച്ചെന്നാൽ ഈ ചപ്പാത്തിയുടെ കൂടെ കൊടുക്കുന്ന ഈ പരേഡെന്നാണ്. വാസ്തവത്തിൽ ഈ ചപ്പാത്തി കേരളത്തിൽ വന്നത് ഞാൻ ആ ചരിത്രം പഠിച്ചപ്പം നമ്മുടെ ചെറുപ്പക്കാരെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിന് നോർത്ത് ഇന്ത്യയിൽ പോയി നോർത്ത് ഇന്ത്യൻ ഫുഡായി ചപ്പാത്തി അവർ കൊണ്ടുവന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മിലിറ്ററിക്കാർക്ക് കൊടുക്കുന്ന സാധാരണ കൊടുക്കുന്ന ചപ്പാത്തി ഇറച്ചിയൊക്കെ കൊടുക്കും. എന്നാൽ വാർ ഫ്രണ്ടിൽ പോകുന്ന മിലിറ്ററിക്കാർക്ക് അതൊന്നും അല്ല കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കുന്നത് സപ്ലയർ ഒന്നുമില്ല, ഹെലികോപ്റ്റർ കൊണ്ട് ഡൗൺ ചെയ്യുക. പക്ഷെ ആ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, കുപ്പിവെള്ളമല്ല. പീസ് ടൈമിൽ കുടിക്കാൻ ഇതുപോലത്തെ കുപ്പിവെള്ളം കൊടുക്കും. വാർ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലൊരു ബോട്ടിൽ കൊണ്ട് കൊടുത്താൽ അതിനകത്ത് അവനെ കുറഞ്ഞത് 72 മണിക്കൂർ ഡീഹൈഡ്രേഷൻ വരാതെ പിടിച്ചു നിൽക്കാനുള്ള വെള്ളവും മുഴുവൻ വൈറ്റമിനും കാണും. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് അവിടെ ചപ്പാത്തി 4 ചപ്പാത്തി 7 പൊറോട്ടയും ഒന്നല്ല കൊടുക്കുന്നത്. അല്പസമയം കൊണ്ട് കഴിച്ചിട്ട് ദീർഘനേരം യുദ്ധം ചെയ്യാനും കുന്നുകയറാനും മതിയായ കിറ്റായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് തമ്പുരാൻ ചെയ്യുന്നത്. പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലും രോഗങ്ങളിലും പരീക്ഷകളിലും പോകുമ്പോൾ നമ്മളാരാ? ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് കൃപയുടെ ഹെലികോപ്റ്ററിൽ കൂടെ തരുന്ന ഫുഡ് പ്രത്യേകമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഏലിയാവിന് 2 ഫുഡാണ് കൊടുത്തത്. ഒന്ന്, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? ഒറ്റ ശബ്ദം മതി. അത് കേട്ടതും പുള്ളിയുടെ സൂയിസൈഡ് ടെൻഡൻസി പോയി, സകലത് പോയി, ഒരൊറ്റ അടി. അത് കേട്ടില്ലായിരുന്നു. ഓർത്ത് നോക്കിയേ, കളി എന്നതാ. ആകാശത്ത് നിന്ന് തീ ഇറക്കിയവനെ സാത്താൻ ഇത്രയും പരീക്ഷിച്ചില്ലേ, ഞാനിങ്ങ് പൊക്കളയാം. അത് ഒരു രാജ്ഞി പറഞ്ഞെന്നും പറഞ്ഞ് കേട്ടല്ലേ, തെളിവൊന്നുമില്ല. ആരോ എന്ന് പറഞ്ഞു, തട്ടുമെന്ന് പറഞ്ഞെന്നാ. ഒരു തെളിവും ഇല്ലാത്ത കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ബേജാറാകരുതേ, തമ്പുരാൻ കൂടെയുണ്ട്. ഈ പുള്ളിക്കാരൻ കിടന്നു നോക്കി, പ്രത്യേക ഫുഡ് 2 വിധത്തിൽ കൊടുത്തു. ഒന്ന്, ഒരു മൃദുസ്വരം, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? കേട്ടോണം, തീർന്നില്ല ഫുഡ്. അത് കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ആദ്യമേ തണ്ടൂരി ഫുഡ് കിട്ടിയത് ഏലിയാവിനാണ്. പ്രൈസ് ദി ലോർഡ്. കനലിനെ ചുട്ട കട. എന്താ? എണ്ണയ്ക്ക് കർത്താവിനറിയാം, ഇവൻ മരുഭൂമി കൂടെ 40 ദിവസം ഓടണം. എണ്ണയ്ക്കകത്ത് ചുട്ട ഇവൻ വെള്ളം കുടിച്ചു മടുക്കും, വെള്ളം തിരക്കി മടുക്കും. അതിനാ കൊടുത്തത് സ്പെഷ്യൽ ഫുഡ് കിറ്റിട്ട് കൊടുത്തു. കനലിൽ മേൽ ചുട്ടത് നിങ്ങൾക്കും എനിക്കും തരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് പറഞ്ഞു, നിനക്ക് സൂയിസൈഡ് ടെൻഡൻസിയാ? നോ, I have a sovereign plan in regards you. You are supposed to anoint 2 kings. Praise the Lord. അടുത്തത് പറഞ്ഞപ്പം ഇന്നത്തെ ഏലിയാവാണ് അത് വേണോ ചോദിക്കും. നിനക്ക് പകരം ഒരു പ്രവാചകൻ കസേര കൊടുക്കണം, നടക്കുമോ?
മൃദുസ്വരം കിറ്റിട്ട് കൊടുത്തു. എന്താ? സ്പെഷ്യൽ ഫുഡ്. തമ്പുരാന്റെ കരുതൽ കണ്ടോ? അതിനാ കനലിന്മേ ചുട്ടത് കൊടുത്തത്. സാധാരണ ഫുഡ് കൊടുത്താൽ ഇവൻ എണ്ണയ്ക്കകത്ത് ചുട്ട് കൊടുത്താൽ ഇവൻ ദാഹിച്ച് നശിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കനലിൽ ചുട്ട ദാഹമില്ല. മരുഭൂമി കൂടെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോട് ഓടണം. കുശിലുള്ള ദൈവമക്കളെ, കർത്താവിന്റെ വരവോളം ഓടുവാനുള്ളവരാണ് നിങ്ങളും ഞാനുമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സ്വർഗം തരുന്നത് കൃപയുടെ കനലിൽ ചുട്ട വിശേഷ ഭക്ഷണം. അതിന്റെ ബലത്തിൽ നിൽക്കുക ഈ ഒരാഴ്ച ഫുഡാ. ഈ ഒരാഴ്ച ഇവിടെ കർത്താവിന്റെ ദാസന്മാർ തരാൻ പോകുന്നത് സ്പെഷ്യൽ ഫുഡാ. അടുത്തത് എനിക്കും നിങ്ങൾക്കൊരു കമ്മീഷനിങ് ഉണ്ട്. നമ്മളെക്കുറിച്ച് സ്വർഗത്തിനൊരു പ്ലാനുണ്ട്. അത് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് പ്രസംഗിച്ച് പോയില്ലേ, ഇതിൻ്റെ ഫലം ഡാളസിൽ വരെ ഉണ്ടായി. ഇവിടെ നടന്ന പ്രാർത്ഥനയുടെ ഫലം ഡാളസിലുണ്ടായത് ഞാൻ പബ്ലിക്കിൽ നിന്ന് പറയുന്നില്ല, വേവിച്ചാനറിയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് ആത്മീയ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. ഇവിടെയല്ലത് പുഷ്പ, ഈ കാക്കകൾ കുരു കൊണ്ടുപോയി അവിടെ ഇവിടെ ഇട്ടിട്ട് കിളുക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ആത്മീയ ബലത്തിലേക്കാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കൃപയിലേക്ക് വരുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഇനിയും